മാജിക് എന്ന് പറയാൻ പറ്റില്ല, പൗരാണികമായ ഒരു പ്രതിവിധി അതല്ല. ഇത് ശാസ്ത്രം ഉപയോഗിച്ച്, മനഃശാസ്ത്രം ഉപയോഗിച്ച് അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ബോധ മനസ്സ് വളരെ ശക്തമായിരിക്കണം. അതിൽ ഫിയർ പാടില്ല. ഭയമുള്ളപ്പോഴാണ് നമുക്ക് മറ്റ് എൻറ്റിറ്റീസ് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളെ സന്നിവേശം ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും കൂടെ വേണമെങ്കിൽ പറഞ്ഞു. നമുക്ക് ആയുർവേദത്തിൽ ഒക്കെ പറയുന്നതായ, നമ്മുടെ പൗരാണിക അറിവുകളിൽ പറയുന്നതായ പഞ്ചകോശ തത്വങ്ങൾ മനസ്സിലായാൽ ഡെത്ത് പ്രോസസ്സുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അതിനകത്തൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇതാണ്: നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രേതാവസ്ഥയിലുള്ള ഒരു ധൂമരൂപമായിട്ട് കാണപ്പെടുമെന്ന്. പലപ്പോഴും ആക്സിഡൻറ്റ്, തീവ്രമായ വൈകാരികാവസ്ഥ, ആത്മഹത്യ ഇങ്ങനെയുള്ള വരുമ്പോൾ ധൂമരൂപത്തിൽ, പ്രേതരൂപത്തിൽ മനുഷ്യൻ്റെ എതീരിയൽ ബോഡി, അതെ, ഫിസിക്കൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് അതിനെ ശാസ്ത്രത്തിൽ പറയുന്നത്. ഫാൻറ്റം അല്ല, മരണപ്പെട്ടു കഴിഞ്ഞാലുള്ള ധൂമരൂപം, എതീരിയൽ ബോഡി, അതായത് എന്താ പറയുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദ ഫിസിക്കൽ ബോഡി തന്നെയാണെന്നാണ് പറയുന്നത്. ശാസ്ത്രം ഞാൻ ഉപയോഗിച്ചത് ഒരു ശാസ്ത്രീയ വിവരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പഞ്ചകോശ തത്വം പാശ്ചാത്യ ശാസ്ത്രങ്ങളിൽ പല സയൻറ്റിസ്റ്റും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ക്രില്യൻ ഫോട്ടോഗ്രാഫി, GDV ക്യാമറ ഫോട്ടോഗ്രാഫി, ഗ്യാസ് ഡിസ്ചാർജ് വോളറ്റിലിറ്റി ഫോട്ടോഗ്രാഫ്, അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ പേര്. കോൺസ്റ്റന്റൈൻ കൊറോട്ടോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനാണ് അത് വികസിപ്പിച്ചെടുത്ത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ഒരു സിസ്റ്റമാണ്. GDV ക്യാമറ സിസ്റ്റമാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിന് നമ്മുടെ മനുഷ്യൻ്റെ ധൂമരൂപത്തിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. അമേരിക്കയിൽ 1940കളിൽ നടന്ന പരീക്ഷണത്തിലും മനുഷ്യൻ്റെ ധൂമരൂപത്തിലുള്ള ഫോട്ടോ എടുക്കുന്നത് എബ്രഹാം ബോക്സോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ വർണ്ണത്തിനകത്ത് വ്യത്യാസം വരുത്തി അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമഃ ശിവായ. അപ്പോൾ പഞ്ചകോശ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാരണം ഇതാണ്: നമ്മുടെ ഭൗതിക ശരീരം ഉപേക്ഷിക്കപ്പെട്ടാലും നമ്മുടെ സബ്റ്റിൽ ബോഡി നശിക്കുന്നില്ല. മനസ്സും ആത്മാവും ഉൾപ്പെടുന്ന ഒരു വ്യൂഹമാണത്. നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ അത് സ്വയം മറ്റൊരു പരിണാമ കവാടത്തിലേക്ക് കയറുകയും അത് സാധാരണ രീതിയിൽ നാച്ചുറലായിട്ട് പ്രവേശിക്കുകയും ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഒരു അണക്കെട്ടിൻ്റെ കാര്യം എടുക്കുക. ഒരു അണക്കെട്ട്, ഇപ്പോൾ അതാ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ആശയം. അണക്കെട്ട് നമ്മൾ ക്രമാനുഗതമായി കൺട്രോളായി തുറന്നു വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ജലം നമ്മൾ പറയുന്ന ഒരു ചാനലിൽ കൂടി കടന്നു പോകും. സാധാരണ നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് പ്രകൃതി ഒരുക്കിയ ഒരു സംവിധാനമാണ്. ആ പ്രകൃതി ഒരുക്കിയ സംവിധാനത്തിൽ മനുഷ്യ മനസ്സ് എന്താ പറയുന്നത്, സ്ഥലകാല വ്യവസ്ഥയിൽ ഒരു വാർപ്പ് ഉണ്ടാക്കുകയും മറ്റൊരു പരിണാമത്തിലേക്ക് മറ്റൊരു ഡയമെൻഷനിലേക്ക് കടക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഡയമെൻഷൻ്റെ കാര്യം, അത് പരിമാണമുണ്ട്, പരിണാമമുണ്ട്. അപ്പോൾ പരിമാണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരിമാണം എന്ന് പറഞ്ഞാൽ മാനം അഥവാ പരിമാണം എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എന്നുള്ളതാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ എന്നുമാണ്. അപ്പോൾ അത് ചിലപ്പം പലർക്കും തെറ്റും, എനിക്ക് ഇടയ്ക്ക് തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക പ്രേക്ഷകർ, അങ്ങനെയുള്ള ഇടയ്ക്കുള്ള മിസ്റ്റേക്ക് ഉണ്ടായി. നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയാണ് നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്നത്. അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ധൂമരൂപത്തിൽ. അപ്പോൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ ധൂമരൂപം എല്ലാവർക്കും പ്രാപ്യമാകുന്നില്ല കാണാനായിട്ട്? അതിന് കൃത്യമായ വിശദീകരണമുണ്ട്. നമ്മുടെ ഈ ധൂമരൂപത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രീയ തത്വമുണ്ട്. ആ വൈബ്രേഷൻ, സമാനമായ വൈബ്രേഷൻ ഉള്ളവർക്ക് അത് ദർശിക്കാൻ പറ്റുള്ളൂ.
അവർ ഒരുപക്ഷെങ്കിൽ സംസാരിക്കാൻ ശ്രമിച്ചാലും അത് എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ 100-ൽ വളരെ ചെറിയ നമ്പർ ഓഫ് ആൾക്കാർക്ക് അത് ദർശിക്കാനും അത് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. ഒരുപക്ഷെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കല കൊണ്ടും മറ്റു പല എന്താ പറയുന്നത് സാധനകൾ കൊണ്ടും സ്പിരിച്വൽ സാധനകൾ കൊണ്ടും അദ്ദേഹത്തിന് അങ്ങനെയുള്ള ധൂമരൂപത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ടാവാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ യോഗികൾക്കും ഈ കഴിവുണ്ട്. അവർ മരണപ്പെട്ടവരെ കണ്ടാൽ അവർ ആ സ്ഥലത്ത് വെച്ച് ജഗ്ഗി വാസുദേവ് തന്നെ പലതവണ അത് ഇൻഡിക്കേറ്റ് ചെയ്തു. പിന്നെ ആരും ഇതൊന്നും പുറത്ത് അത്ര പരസ്യമായിട്ട് പറയാറില്ല. കാരണം പറഞ്ഞു പോയാൽ അത് അന്ധവിശ്വാസമാണ്, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. ഇതറിയുന്നവർ സ്വയം അറിയട്ടെ എന്നുള്ളതാണ് പൊതുവെ ഇത്തരത്തിലുള്ള ആത്മീയ വിശ്വാസികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഈ കാര്യത്തിൽ മോഹൻലാൽ ഇങ്ങനെ തുറന്നു പറഞ്ഞത് എന്താണെന്ന് എനിക്കും ഒരു അതിശയം തോന്നി. പക്ഷേ ഞാൻ അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഈ ഭൗതിക ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അന്നമയ കോശം നഷ്ടപ്പെട്ടാൽ പ്രാണമയ കോശം, പിന്നെ മനോമയ കോശം, പിന്നെ വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെയുള്ള വിവിധ കോശങ്ങളിലാണ് നമ്മൾ. അതായത് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾക്ക് 5 എനർജി ബോഡീസ് ഉണ്ട്. ഈ 5 എനർജി ബോഡീസ് ഫിസിക്കലായിട്ടുള്ള രൂപങ്ങളല്ല, അത് എനർജിയുടെ ഒരു സംഘാതമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഭൗതിക ശരീരം നഷ്ടപ്പെടാൻ എല്ലാവർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ധൂമരൂപത്തിലേക്ക് പോയി നമ്മൾ അലഞ്ഞിരിക്കും നടക്കുകയും ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് ചില താന്ത്രിക വിധികളൊക്കെ ഉണ്ട്, ജ്യോതിഷ വിധികളുണ്ട്. അവരെ എങ്ങനെ നയിച്ച് ശരിയായ പാതയിൽ കൂടി മറ്റു ലോകങ്ങളിൽ എത്തിക്കാമെന്നുള്ളതിനും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ശാസ്ത്രീയ തത്വം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അത് ഒരു വേൾഡിലേക്ക് ഒരു പർട്ടിക്കുലർ ത്രഷോൾഡ് എനർജി അത് ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും സർ ചെയ്യുന്നത് ഈ സാധനങ്ങളിലൂടെ. അത് ഒന്ന് ഈ സൗണ്ട് വഴി, നമുക്ക് സൗണ്ട് വഴി ഒരു പക്ഷേങ്കിൽ അത് ടെലിപ്പതി ആയിരിക്കാം, അല്ലെങ്കിൽ തോട്ടിൻ്റെ പവർ അനുസരിച്ച് ആ സൗണ്ട് വഴി നമുക്ക് ഈ പറയുന്ന സ്വപ്നാവസ്ഥയിലുള്ള ഈ പ്രേതം എന്ന് പറയുന്നത് ശരിയല്ല, എന്താ പറയുന്ന മനുഷ്യജീവനും തന്നെ പറയുന്നതായിരിക്കും ശരി. സ്വപ്നാവസ്ഥ ഒരു സ്തംഭനാവസ്ഥയിലാണ്. സ്വപ്നാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, സ്തംഭനാവസ്ഥയാണ്. സ്തംഭനാവസ്ഥയിലുള്ള ഇത്തരത്തിലുള്ള മനുഷ്യജീവനെ പരലോക കവാടങ്ങളിലേക്ക് നയിച്ച് പരലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കും. ആ പ്രക്രിയ ആയിരിക്കണം നമ്മുടെ ഈ താന്ത്രിക വിധികളിലും ജ്യോതിഷ വിധികളിലും ഒക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇതേവരെ അവർ അതിനെക്കുറിച്ചൊന്നും എഴുതി കണ്ടിട്ടില്ല. നമ്മളാരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ ഇതൊന്നും ഗവേഷണം നടത്തിയിട്ടില്ല. പക്ഷേ പാശ്ചാത്യ ലോകത്തിൽ ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. മെഷീൻ റീഡിംഗ് കൊണ്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു GDV ക്യാമറ, ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ പേര്. ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ കമ്പ്യൂട്ടർ സിസ്റ്റം. കോൺസ്റ്റന്റൈൻ കൊറോട്ടോവ്, അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. ഹീസ് എ ഫിസിസിസ്റ്റാണ്, ഫിലോസഫറുമാണ്. 16 രാജ്യങ്ങളിൽ നിരന്തരമായിട്ട് പോയി പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അദ്ദേഹം ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുകയും വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു മോഹൻലാലിനുണ്ടായിരുന്ന എക്സ്പ്ലനേഷൻ. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെയുള്ള ആ ശരീരർ അല്ലെ ആ ശരീരി നമ്മുടെ മുന്നിൽ വന്ന് പെട്ടാൽ അത് കുറേ നേരത്തേക്ക് അതിന് നിലനിൽക്കാൻ ഒക്കുള്ളൂ. അത് കഴിഞ്ഞ് അതങ്ങ് ഡിസപ്പിയർ ചെയ്യും. അതോടൊപ്പം അത് നമ്മുടെ ശരീരത്തിലെ എനർജി എടുക്കും. നമ്മുടെ ശരീരത്തിലെ എനർജി എടുത്തുകൊണ്ടാണ് അതിൻ്റെ നിലനിൽപ്പും കറങ്ങിത്തിരിയിലും ഒക്കെ. നമ്മളിത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പക്ഷേ നെഗറ്റീവ് അനുഭവങ്ങളുണ്ടാകാം. അതിലെ പ്രധാന കാര്യം ഭയമാണ്. പക്ഷേ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ, മനഃശാസ്ത്രപരമായിട്ട് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ബോധ മനസ്സിലേക്ക് ശക്തമായി പറയുക, ഭയം പാടില്ല, ഭയം വേണ്ട. 1. 2, ഇങ്ങനെയുള്ള അശരീരികളോട് സ്നേഹപൂർവ്വം ഒച്ചയോടെ സംസാരിച്ചാൽ മതി. സാധാരണ രീതിയിൽ അവർ അവിടുന്ന് വിട്ടുപൊക്കോളും. കാരണം അവർ മനുഷ്യർ തന്നെ, അവർക്ക് കാര്യങ്ങളറിയാം. അവരൊരു സ്തംഭനാവസ്ഥയിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അഭേദാനന്ദയുടെ ലൈഫ് ആഫ്റ്റർ ഡെത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അഭേദാനന്ദ ഇങ്ങനെ
കറങ്ങി നടക്കുന്ന ഗതികിട്ടാതെ നടക്കുന്ന അശരീരികളെ പരലോകത്തേക്ക് എത്തിച്ച് ധാരാളം എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ബിജുവിന് കുറച്ച് നടക്കുമ്പോൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പാശ്ചാത്യ ലോകത്താണത് ചെയ്തത്. ഇവിടെ ഇന്ത്യയിൽ അത് ചെയ്തതായിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. ഇന്ത്യയിൽ അത് പ്രധാനമായിട്ടും നമ്മുടെ പൗരാണികർ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. സ്വാമിജിയുടെ ചില ശിഷ്യന്മാർ പല വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടാണ് എല്ലാത്തിനും അവതരിപ്പിച്ചത്. നല്ല അപാരമായ അഭേദാനന്ദ ഒരു ജീനിയസ് ആയിരുന്നു, റിയലൈസ്ഡ് യോഗിയുമായി. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതായിരുന്നു വേറൊരു പ്രതികരണം വന്നത്. എന്നോടുള്ള ചോദ്യം എന്തായിരുന്നു പ്രതികരണം? പിന്നെ പലരും ശ്ലാഘിച്ചും പ്രശംസിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. ദൈവാധീനം കൊണ്ട് ആരും അധികം നെഗറ്റീവ് കമൻറ്റുകളൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന വരാൻ പോകുന്ന കാര്യങ്ങളിലാണെങ്കിലും ശാസ്ത്രീയതയും പരീക്ഷണവും ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് പരീക്ഷണം എന്ന് പലരും ചോദിക്കും. നമ്മുടെ ഭാരതീയ തത്വപ്രകാരം, പുരാണങ്ങൾ പ്രകാരം, ഇതിഹാസപ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ വേദാന്തം, ഋഗ്വേദമാകട്ടെ യജുർവേദമാകട്ടെ, അങ്ങനെയുള്ള 4 വേദാന്ത തത്വങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒന്നും പരീക്ഷണത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. വ്യക്തിഗത അനുഭവങ്ങൾക്കും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനുമായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ആയിട്ടുള്ള നമ്മളെ പോലുള്ളവർക്ക് പരീക്ഷണങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ട് പരീക്ഷണം ഇൻസിസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു കാര്യത്തിൽ ആർക്കും എന്തും പറഞ്ഞ് ഫലിപ്പിക്കാവുന്ന ഒരു ഫീൽഡാണ്. വാചാലത മാത്രം മതി. പിന്നെ അത്യാവശ്യം ഡ്രസ്സും ഒക്കെ പല രീതിയിൽ ആൾക്കാരെ ആകർഷിക്കാനായിട്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഇത് വിറ്റുപോകുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ട് പോകുന്നുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമുക്ക് യുക്തിവാദികളെ തെറ്റു പറയാൻ പറ്റില്ല. യുക്തിവാദികളും അവരും സത്യാന്വേഷികളാണ്. പക്ഷെ അവരോട് ഇന്നതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരത് മനസ്സിലാക്കുമായിരിക്കും. പിന്നെ ചിലർ ഉറച്ചു പോയ കോൺക്രീറ്റ് പ്രതലം പോലെ അവരുടെ മനസ്സ് ഉറച്ച് ഇരിക്കുന്നവരാണ്. അവര് ഒന്നും അന്വേഷണങ്ങൾക്ക് തയ്യാറല്ല സാർ. ഇപ്പൊ സാറിന് തന്നെ പിന്നെ ആ പുസ്തകം ഒത്തിരി പേര് വാങ്ങിച്ചു. നമ്മുടെ ഇന്റർവ്യൂ വന്നതിന് ശേഷം ഒത്തിരി പേര് അത് വാങ്ങിച്ചു, മരണാനന്തര ജീവിതം. അതിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ട 2-3 യുക്തിവാദി സുഹൃത്തുക്കൾക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആദ്യം വളരെ ആവേശത്തോടെ വായിച്ചു തുടങ്ങി. ഒരു 10-25 പേജ് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ചില ധാരണകൾക്ക് എതിരായിട്ട് വരും, അതുകൊണ്ട് അവരോട് നിർത്തി. കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാറാൻ അവർക്ക് താല്പര്യമില്ല. അതാണ് റീസൺ. അപ്പോൾ അവർ അന്വേഷകരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു വിഭാഗം അന്വേഷകരുണ്ട് സാർ. പക്ഷെ ചിലർ സാറ് പറഞ്ഞിട്ട് അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിൽക്കണം, അതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നില്ല. കാരണം അവരുടെ ഒരു കംഫർട്ട് സോൺ മാറും. ആ ഒരു കാര്യത്തിൽ ചില കാര്യങ്ങൾ അവരുടെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ആത്മീയതയിൽ ആർക്കും എന്തും പറഞ്ഞു ഫലിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഔട്ട്റൈറ്റ് ആയിട്ട് ഇപ്പം നമുക്ക് സെമിത്തേരിയിൽ തീ കണ്ടു ഉടനെ അതിനെക്കുറിച്ചൊക്കെ പലരും പലതും പറഞ്ഞു. ഇന്ന് നമുക്കറിയാം ഫോസ്ഫറസ് ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ധൂമരൂപത്തിൽ കാണുന്ന മനുഷ്യ ആ ശരീരം ഒരു വാസ്തവമാണ്. അതിന് ധാരാളം വെസ്റ്റേൺ റിസർച്ചും പരീക്ഷണങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ അയച്ചു തന്നിട്ടുള്ളതാണ് അതിൻ്റെ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 6-8 വർഷമായിട്ട് 8-10 വർഷമായിട്ട് ഒരു പക്ഷേങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ ക്രോസ് ചെക്ക് റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വെബ്സൈറ്റ്സ് സെലക്ട് ചെയ്യുള്ളൂ, പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. ചിലതൊക്കെ $10-25-30 കൊടുത്ത് എനിക്ക് വിദേശത്ത് നിന്ന് വരുത്തേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ വിദേശത്തും കുറേ നാളുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരു ശൈലി അറിയാം, പ്രത്യേകിച്ച് അമേരിക്കയിലെ ശൈലി അറിയാം. അപ്പോൾ ഞാനത് സവിസ്തരം പഠിച്ച് വിചിന്തനം നടത്തിയപ്പോൾ ഇതിനകത്തൊക്കെ വസ്തുതയുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ പോലെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ഇതൊന്നും ആർക്കും താല്പര്യമില്ല, ഇതൊന്നും വിലപ്പോല. നമ്മൾ സദാസമയവും രാഷ്ട്രീയവും മറ്റു പല കാര്യങ്ങളും ഉള്ള കാര്യങ്ങൾ ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മുടെ പത്രമാധ്യമങ്ങളാകട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലുള്ള ESP പാരാനോർമൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ളവർ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത അനുഭവങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കൺസിഡറേഷൻ ആയിരുന്നു. കാരണം ആരെങ്കിലും ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഞാനും വിചാരിച്ചു ഒരു പക്ഷേ എങ്കിൽ ബിജു പത്മനാഭൻ അഭ്യർത്ഥിത അനുസരിച്ച് ഞാനും വരാം ചാനലിൽ സംസാരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ആളായി. നമ്മൾ പുസ്തകം വായിക്കുന്നു, പുസ്തകം എഴുതുന്നു, അവിടെ തീർത്തു നമ്മുടെ ജോലി. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ മറ്റ് വെബ്സൈറ്റിൻ്റെയും സെലക്ഷൻ അങ്ങനെയാണ് ഞാൻ നടക്കുന്നത്. പിന്നെ ഓതേഴ്സ് മിനിമം PhD ഇല്ലാത്ത ഓരോ ഓതറിൻ്റെയും ഞാൻ എടുക്കാറില്ല. അതുപോലെ ക്വാളിഫിക്കേഷൻസും
ഒരു 15 വർഷമെങ്കിലും എക്സ്പീരിയൻസ്. നമുക്കറിയാം ഇന്നിപ്പോൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ എവിടെ സെർച്ച് ചെയ്താലും ഒരു ഓഥറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ശാസ്ത്രീയ ബാക്ക്ഗ്രൗണ്ടുള്ള ഓതേഴ്സിൻ്റെ പുസ്തകങ്ങൾ സെലക്ട് ചെയ്തുള്ള ഒരു അന്വേഷണമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാമല്ലോ, എൻ്റേതെന്ന് പറയുന്നത് എൻകൗണ്ടർ ഓഫ് ദ സെക്കൻഡ് കൈൻഡാണ്. എൻകൗണ്ടർ ഓഫ് ദ സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത് ഗവേഷണമാണ്. ഗവേഷണം എന്ന് പറയുന്നത് നമുക്ക് ഈ എല്ലാ കാര്യത്തിലും നമുക്ക് വ്യക്തിഗതാനുഭവം ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മൾ വിവിധ പോയിന്റുകൾ കൂട്ടിയിണക്കി ശാസ്ത്രീയമായിട്ട് സംയോജിപ്പിച്ച് ഇതാണ് അതിൻ്റെ കാര്യം, ഇതാണ് അതിനുള്ള സാധ്യത എന്നേ പറയുന്നു, ഇതാണത് എന്ന് നമ്മൾ പറയാറില്ല. ദ പ്രോബബിലിറ്റി ഓഫ് ദിസ് ബീയിങ് ദ ട്രൂത്ത് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ എല്ലാം പ്രോബബിലിറ്റി ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ ശാസ്ത്രീയ അന്വേഷണത്തിൽ ഒരു കാര്യം 100% അല്ല. എനിത്തിങ് ക്യാൻ ബി. അതെ, അതിന് ഡീവിയേഷൻസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയേഷൻ എന്ന് പറയും ഗണിതശാസ്ത്ര ഭാഷയിൽ. അപ്പോൾ അതാണ് നമ്മൾ പരീക്ഷണങ്ങൾ ഉപയോഗിച്ചുള്ള രചനയെക്കുറിച്ച്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായിട്ട് ഈ അഭിമുഖത്തിൽ സംസാരിക്കാനുള്ളത്. എന്നിൽ വരുന്ന ചില പദപ്രയോഗങ്ങളുടെ മിസ്റ്റേക്ക് പ്രേക്ഷകർ ദയവായി ക്ഷമിക്കണം. അതിലെ കണ്ടൻറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയാം, ഒരു പ്രധാനപ്പെട്ട പരീക്ഷണം 1990 തൊട്ട് 96 വരെ നടന്നു. അതാ ദ സ്കോൾ എക്സ്പെരിമെൻറ്റ്. യൂട്യൂബിൽ കിട്ടും. യൂട്യൂബിനേക്കാളും നല്ലത് നിങ്ങൾ പറ്റുമെങ്കിൽ പുസ്തകം വാങ്ങിച്ച് വായിക്കാൻ അഫോർഡ് ചെയ്യാവുന്നവർക്ക് അത് വായിച്ചു നോക്കാം. ഉദ്ദേശം 1350 രൂപയോളം വരും ഇത് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ. പിന്നെ സെബനോസ്കി എന്ന് പറയുന്ന ഒരു വലിയ ജർമ്മൻ ഫിസിസിസ്റ്റ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതിയ പുസ്തകമുണ്ട്. അത് ഉദ്ദേശം ഒരു 450 പേജ് വരും. അതിന് 29,000 രൂപ വിലയാണ് വരുന്നത്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും നമുക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എനിക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എൻ്റെ പേര് ഇൻ്റർനെറ്റിലുള്ളതുകൊണ്ട് എൻ്റെ ഒരു ബന്ധു അത് കയറി അയച്ചു കൊടുക്കുക, അവർക്കൊരു മെയിൽ അയച്ചു കൊടുത്ത് ഏതായാലും എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചു. 450 രൂപ വില, 450 പേജസ് ഉണ്ട്. അത് ഡെസിഫർ ചെയ്യാൻ ഒരു 6 മാസമെങ്കിലും എടുക്കും. കാരണം ഒത്തിരി ശാസ്ത്രീയതയുള്ളതും സാങ്കേതികമുള്ളതുമായ കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഫിസിസിസ്റ്റ് യൂറോപ്പ് മുഴുവൻ വളരെ അറിയപ്പെടുന്ന ഫിസിസിസ്റ്റും പാരാസൈക്കോളജിയിൽ വളരെ അഗാധമായി റിസർച്ച് ചെയ്യുന്ന ആളുമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ് രാധസ്വാമി ആശ്രമത്തിൻ്റെ യോഗി സത്സംഗി എഴുതി. സത്സംഗിയും ഹാമറോഫ് എന്ന് പറയുന്ന കോൺഷ്യസ്നസ് റിസർച്ചറും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. 576 പേജാണ് പുസ്തകം. അതും ഡെസിഫർ ചെയ്യാൻ ഒരു 6 മാസം എടുക്കും. അത് മുഴുവൻ ടെക്നിക്കൽ ഡേറ്റാസും ഗ്രാഫും മാത്തമെറ്റിക്കൽ മോഡൽസുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ സ്പിരിച്വാലിറ്റിയുടെ ആഴങ്ങളിലേക്കല്ല പോയിരിക്കുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് നിസ്തർക്കമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഒരു 5 പേജ് വായിക്കാൻ അരമണിക്കൂർ എടുക്കും എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. കാരണം അതിനകത്തെ ചാർട്ട്സ്, ഡയഗ്രാംസ്, അതിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ വിവക്ഷകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ സമയമെടുക്കും. ഈ രാധസ്വാമി ആശ്രമം ഡൽഹിയിലുള്ളതാണ്. അവരൊരു വലിയ യോഗാശ്രമമാണ്, വലിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആഗ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞ് വലിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവരുടെ കീഴിൽ. അതിൻ്റെ ഹെഡാണ്. സത്സംഗി എന്ന് പറയുന്ന ഈ മഹായോഗിയെ സംബന്ധിച്ച് പറയുകയാണ്, അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ PhD എടുത്തിയ ആളാണ്. അതോടൊപ്പം MSc M.Tech.മാണ് ആൾ. ഹീസ് എ വെരി ഹൈലി ക്വാളിഫൈഡ് യോഗി. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു സ്പിരിച്വാലിറ്റിയിൽ ശാസ്ത്രം എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് സിസ്റ്റം ഉപയോഗിച്ചാണ്, സ്ക്വിഡ് സിസ്റ്റം വരെ അവരതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ക്വിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ഇൻ്റർഫിയറൻസ് ഡിവൈസ്. അതാണ് അത്. വളരെ നേർത്ത ഒരു ഫീൽഡിൻ്റെ ഒരു ചലനം പോലും അത് ഡിറ്റക്റ്റ് ചെയ്യും, സ്ക്വിഡ് സിസ്റ്റം. ആ പുസ്തകവും ഈ പറയുന്ന പോലെ വളരെ ഗഹനമായി പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് എഴുതിയ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് എൻകൗണ്ടറാണ് എനിക്ക് അതിനകത്തൊക്കെ കിട്ടിയിരിക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്നുള്ളതും ഇതുപോലെ
പരലോകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വിശ്വാസമല്ല, ഞാൻ മിക്കവാറും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയാനുള്ളത്, നമ്മളാരും ഡയറക്റ്റായിട്ട് ആ സ്ഥലത്ത് പോയി വിറ്റ്നസ് ചെയ്തിട്ടില്ല. ആ ഒരു കാര്യം പൗരാണിക പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഇനിയിപ്പോൾ മറ്റേത് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ ഒരു പോരായ്മ നമുക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള അന്വേഷണം നടത്തി കഴിയുമ്പോൾ നടത്തി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു വിശ്വാസിയല്ല. ഞാനിപ്പോൾ ഐ ആം വെരി കൺവിൻസ്ഡ്. എനിക്ക് കാരണം ശാസ്ത്രീയമായിട്ട് പറയുകയാണ്, ഇത് ഫീൽഡിൻ്റെ തുടർച്ച എന്നേ പറയാനൊക്കെ. ഫീൽഡിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ എന്താണ് ഫീൽഡ്, എന്താണ് ഈ തുടർച്ച, അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിന് നമുക്ക് പാശ്ചാത്യ ലോകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം കോൺഷ്യസ്നെസ് റിസർച്ച് എന്നാണ്. ബോധത്തെക്കുറിച്ചുള്ള ഗവേഷണം. അപ്പോൾ ബോധം എന്ന് പറയുന്നത് പ്രപഞ്ചമാകെ നിറഞ്ഞു കിടക്കുന്ന, വ്യാപിച്ചിരിക്കുന്ന ഒരു എനർജിയുടെ താഴെയുള്ളതായിട്ടുള്ള ഒരു അവബോധാവസ്ഥയാണ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട് കോൺഷ്യസ്നെസ്. അപ്പോൾ നമുക്ക് ഉടനെ ഇന്ത്യൻ വേദാന്തിക് തത്വങ്ങളുമായിട്ട് അത് നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ. അത് നമ്മൾ പറയുന്നത് ഇൻഫൈനൈറ്റ് ഫീൽഡ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് പ്രപഞ്ചത്തിൽ അനാദികാലത്ത് നിന്നിരുന്നത്. അതിൽ നിന്ന് ഒരു ഭാഗം വേർപെട്ട് ചലനമുണ്ടായി, പിന്നെ ഫിസിക്കൽ എവല്യൂഷൻ, ഈ പറയുന്ന ബ്രഹ്മാണ്ടങ്ങളുണ്ടായി. അതിൽ ഫിസിക്കൽ എവല്യൂഷൻ വഴി നമ്മൾ നിലനിൽക്കുന്നതായ ഈ പ്രപഞ്ചത്തിൽ അവസാനം നമ്മളും വന്നു ചേർന്നു. നമ്മൾ വന്നു ചേർന്നത് ഭൂമിയിലാണ്. അപ്പോൾ ചോദിക്കും, ഈ മറ്റ് ഗ്രഹങ്ങൾ, മറ്റ് ഗാലക്സികൾ, അനേകം കോടാനുകോടി ഗാലക്സികൾ കിടക്കുകയില്ല. അവിടെയൊക്കെ ഒരു രീതിയിലുള്ള മറ്റു രീതിയിലുള്ള ബുദ്ധിയുള്ള മനുഷ്യരോ ജീവനുള്ള അമാനുഷ്യരോ ഒക്കെ ഉണ്ടാകാം. നമ്മൾ പൗരാണികർ പറഞ്ഞിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ട് സൗരയൂഥത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ആപ്ലിക്കബിളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ സ്പേസ് ടൈമിൽ ഒക്കെ എന്താ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ആരും ഗവേഷണം ചെയ്തിട്ടില്ല, ശാസ്ത്രജ്ഞന്മാരും ഗവേഷണം ചെയ്തിട്ടില്ല. അതിപ്പോഴും അന്യം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ജെയിംസ് വെബ് ക്യാമറ ലഗ്രംഗ പോയിന്റ് 2 അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതും പ്രകാരം അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ജെയിംസ് വെബ് ക്യാമറ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചാണ് ഇത് മുഴുവൻ പഠിക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. 1-2-3 വർഷത്തിനകം മിച്ചിയാവോ കാക്കോ അങ്ങനെയുള്ള കുറേ ഒരു ടൈസൺ അങ്ങനെയുള്ള കുറേ പേര് അതിൻ്റെ പുസ്തകങ്ങളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രപഞ്ചം ഇതിനു മുമ്പുണ്ടായിരുന്നു, അതിനു മുമ്പ് വേറൊരു പ്രപഞ്ചം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ പ്രപഞ്ചങ്ങളും വന്നത്. അല്ലാണ്ട് ഈ നിലവിലെ ബിഗ് ബാങ് സിദ്ധാന്തം പോലെ അല്ല എന്നുള്ളതാണ് അവരെല്ലാവരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അല്ല സാറേ, പെൻറോസ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ഈ ബിഗ് ബാങ്ങിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒന്നിന്റെ തുടക്കമല്ല, പഴയതിന്റെ ഒരെണ്ണത്തിന്റെ എൻഡ് ആണെന്നുള്ളത് ഡോക്ടർ പെൻറോസ് ഈ കാര്യം നേരത്തെ മുന്നോട്ട് വെച്ചത്. ഞാൻ വിവേകാനന്ദൻ്റെ ഒരു പുസ്തകം ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ വോളിയം 2 അതിൻ്റെ ഇംഗ്ലീഷേ നോക്കാവുള്ളൂ. മലയാളം വിവർത്തനം അത് അത്ര ശരിയായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ വിമർശിക്കുമല്ല, സ്വാമിമാർ വളരെ കഷ്ടപ്പെട്ട് വിവർത്തനം ചെയ്തതാണ്. പക്ഷേ അതിൽ കോസ്മോസ് എന്ന് പറഞ്ഞ് 2 ചാപ്റ്ററുണ്ട്. ഈ ചാപ്റ്ററിൽ ഈ കോസ്മോസ് അത്ര ഈസി അല്ല നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട്. വിവേകാനന്ദന് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെക്ചറാണ്, ന്യൂയോർക്ക് ലെക്ചറാണ്. അതായത് സർവമത സമ്മേളനം കഴിഞ്ഞ് 1993 എന്ന് തോന്നുന്നു സർവമത സമ്മേളനം, 96 ലെക്ചറാണിത്. അത് ഇത്രയും വിദേശികളായ ഓഡിയൻസിൻ്റെ മുമ്പിൽ എങ്ങനെ പ്രപഞ്ചം നിലവിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കണ്ടിന്യൂസ് ലെക്ചറാണ്. അതിൽ ഇതേ കാര്യം വിവേകാനന്ദൻ ഊന്നി പറയുന്നുണ്ട്. ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ സീഡ്, ഇത് രണ്ടും ഈ ഒരു ഉപമ ഉപയോഗിച്ചാണ് പ്രപഞ്ചത്തെക്കുറിച്ച് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. നമ്മളെ അതിശയപ്പെടുത്തും. അതായത് ഒരു സീഡിൽ നിന്ന് ഒരു വൃക്ഷമുണ്ടായി, ആ വൃക്ഷം വേറൊരു സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സീഡ് വേറൊരു വൃക്ഷത്തെ. ഇങ്ങനെയാണ്
പ്രപഞ്ചങ്ങളുടെ തുടർക്കഥ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ മൾട്ടിവേഴ്സിന്റെ ഒരു സാധ്യത ഉണ്ടല്ലോ സാർ, കാരണം ഒരു വൃക്ഷം ഒരുപാട് സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതെ, അതായത് ഒരു വൃക്ഷത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സീഡിൽ നിന്നാണ് ഒരേ പ്രപഞ്ചം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വിവേകാനന്ദ. അല്ല, എന്നാലും ഒന്നിലധികം ഉണ്ടാവുമല്ലോ, ഒന്നിലധികം പ്രപഞ്ചമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് വിവേകാനന്ദൻ അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്, കോസ്മോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസ്മോസ് എന്ന് ഈ ആധുനിക കാലത്തുള്ള മൾട്ടിവേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. കോസ്മോസ് എന്ന് പറയുന്നത് വിശ്വമാണ്, അത് മൾട്ടിവേഴ്സ് തന്നെയാണ്. അപ്പം അത് തന്നെയായിരിക്കണം വിവേകാനന്ദൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ ഏതാനും കാലങ്ങൾ ശേഷം മാത്രമേ ആ വിത്ത് വളർന്ന് വൃക്ഷമായിട്ട് മാറുന്നു എന്നുള്ളത്. അപ്പോൾ വേദീയ തത്വങ്ങൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചം നശിച്ചു കഴിഞ്ഞിട്ട് എന്തുമാത്രം കാലം പ്രപഞ്ചം വികസിച്ച് വലുതായി നിന്നു, അത്രയും കാലത്തിന് ശേഷം പിന്നെയും ഉയർത്തെഴുന്നേൽക്കും, പുതിയൊരു ബ്രഹ്മാവും ഉണ്ടാകും, പുതിയൊരു പ്രപഞ്ചം ഉണ്ടാകും. ഈ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നയാളാണ്. സൃഷ്ടിക്കുന്നയാളെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് ഹേതുവായ എനർജി സിസ്റ്റം അല്ലെങ്കിൽ സൃഷ്ടിക്ക് ഹേതുവായിട്ടുള്ള നമ്പേഴ്സ്, എന്താണ് ഓൾജിബ്രാക് നമ്പേഴ്സ്. അത് മാത്തമെറ്റിക്കൽ മോഡൽ കൊണ്ടുവരുമ്പോഴേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ എത്രയെങ്കിലും നമ്പേഴ്സ് ഇതിനകത്ത് മസ്റ്റാണെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിരുന്നു 6 നമ്പേഴ്സ് ഉപയോഗിച്ചാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് കേംബ്രിഡ്ജിലെ പല പ്രൊഫസേഴ്സ്. നമ്മുടെ ഒരു നമ്പറിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ അതിശയിപ്പിക്കുന്നില്ല സാർ, കാരണം ഈ ബ്രഹ്മ കൽപ്പം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ ബിയോണ്ട് അവർ തോട്ട്. അതേ കപടയാദി സംഖ്യാ സിസ്റ്റം ഉപയോഗിച്ചല്ലേ അവർ അതിനെ, കാരണം എങ്കിലും ഇത്രയും സംഖ്യകളുടെ പെരുക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ അടുത്ത കാലത്താണ് റോമൻ ന്യൂമറോളജിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്പറിംഗ് സിസ്റ്റത്തിൽ ഇത്രയും വലിയ സംഖ്യകൾ അവർക്ക് എഴുതാൻ പറ്റിയത്. അതിനുമ്പ് അവർക്ക് ഇത്ര എഴുതാൻ പറ്റില്ല. നമ്മളിവിടെ ആയുധത്തിന്റെയും കോടികളുടെയും അതിന്റെ സഹസ്ര കോടികളുടെയും ഹിന്ദു വിജ്ഞാനകോശം എടുത്ത് നോക്കിയേ, ഞാൻ അതിശയിച്ചു. അതുപോലെ തന്മാത്രകളെയും വളരെ ലഘുവായി കൊടുത്തിട്ടുള്ളതായിട്ട് നമ്പറുകൾ കണ്ടപ്പോഴത്തേക്കും ഞാൻ അതിശയിച്ചു പോയി. ഇതിനകത്ത് വസ്തുത എന്ന് പറയുന്നത് കൊളോണിയലിസം വന്നപ്പോഴത്തേക്കും ഇവർ പാശ്ചാത്യർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് പലതും അവിടെ കൊണ്ടുപോയി അവരിത് പഠിച്ചു. അതോടൊപ്പം പരമഹംസ യോഗാനന്ദയുടെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയും വിവേകാനന്ദൻ്റെ എല്ലാ ലെക്ചേഴ്സും ഇവർ സവിസ്തരം പഠിച്ചിട്ട് അവർ ഗവേഷണം നടത്തുകയാണ്. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലിട്ട് തന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ കൂടുതൽ വിപുലീകരിച്ചു, ഈ അറിവ് എല്ലാവർക്കും സാധ്യമാക്കി കൊടുത്തു. അങ്ങനെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങളും അവർ. അപ്പോഴൊരു പ്രശ്നം പറ്റിയ സാർ, ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ആത്മീയതയിൽ ഊന്നിയ ഒന്നായിരുന്നു, സബ്ജക്റ്റീവ് ആയിരുന്നു. പക്ഷെ അതവരെ ഹൈലി ഒബ്ജക്റ്റീവ് ആക്കി ഭൗതികമായിട്ടുള്ള സംഗതിയായിട്ട് അവർ അവതരിപ്പിച്ചു. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഉദാഹരണം പറയാമെങ്കിൽ, ഈ ചൈനയിൽ ഇവർ പോയി ചെങ്ങാത്തം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ബുദ്ധ സന്യാസിയുമായിട്ട് പരിചയമായി. അന്നത്തെ കാലം അതൊരു 500-600 വർഷം മുമ്പായിരുന്നു. എല്ലാം ബുദ്ധ വിഹാരത്തിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല ശക്തമായ ഗണിത ശാസ്ത്രമുണ്ട്, എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ഈ ബുദ്ധ സന്യാസി ഒരു 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 എന്താ പറയുക, പാൽമേര ലീവ്സിൽ എഴുതിയ, നമ്മുടെ ഓലയിൽ എഴുതിയ ഒരു ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു കാണിച്ചു. അത് ഈ പാസ്കൽ ട്രയാങ്കിൾ എന്നും പറഞ്ഞ് പിള്ളേരൊക്കെ ഈ ഗ്രാജുവേഷൻ പഠിക്കുന്ന ദിവസം 1 പിന്നെ 1 2 1 പിന്നെ 1 1 2 2 1 1 എന്ന് എഴുതി ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടാക്കുക. ഇതിലവർ പണി ചെയ്തു. ഇതിൽ പണി ചെയ്താണ് ബൈനോമിയൽ തിയറം എന്നുള്ള ഫേമസ് തിയറം കൊണ്ടുവന്നത്. ഇപ്പോൾ +1-ലോ +2-ലോ ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം, +b⁴ എക്സ്പാൻഷൻ. ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് ഒത്തിരി പറയാനൊക്കും. പൈതഗോറസ് തിയറത്തെ അല്ലേ, ബൈനോമിയൽ തിയറം ഓൾജിബ്രാക് വേൾഡിന്റെ ഒരു നട്ടെല്ലാണ് അതിന്റെ. അല്ല, ഇടയ്ക്ക് 2000 വന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, കാരണം സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് കോഡിങ്ങുകളും മാറും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിസ്റ്റത്തിലാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു. അതായത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാ ശാസ്ത്രശാഖയും ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതുപോലെ ഭാരതീയ തത്വങ്ങളിൽപ്പെട്ട പലതും അവർ പഠിച്ചു വെച്ചിട്ട് അവരൊരു കാര്യം തീരുമാനിച്ചതാണ്, മനസ്സുകൊണ്ടുള്ള പ്രഡിക്ഷൻസും അല്ല മനസ്സുകൊണ്ടുള്ള പ്രവചനമല്ല നമുക്ക് വേണ്ടത്, മെഷീൻ റീഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. അത് ഞാനും അനുകൂലിക്കുന്നുണ്ട്. കാരണം പലരും
ആത്മീയതയെ പല രീതിയിൽ വളച്ചൊടിച്ച് സംസാരിക്കുന്നു. ചിലർ മറ്റുള്ളവരെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലർ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഇപ്പം ആശ്രമം നടത്തുന്നവരാകട്ടെ അല്ലെങ്കിൽ സെമിനാരികൾ നടത്തുന്നവരാകട്ടെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ധാരാളം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആത്മീയതക്കാരൊന്നും പൈസ വാങ്ങിക്കരുതെന്നും പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഭക്ഷണം കൊടുക്കാനുണ്ട്, ബിൽഡിംഗ് പണിയാനുണ്ട്, അക്കോമഡേഷൻ കൊടുക്കാനുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ സാമാന്യ രീതിയിൽ അവരൊക്കെ പൈസ വാങ്ങിക്കുന്നു. നിർബന്ധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ധാരാളം ആശ്രമങ്ങൾ ഇന്ത്യയിലുണ്ട്, വിദേശത്തുമുണ്ട്. അത് ചർച്ച് സിസ്റ്റത്തിലുണ്ട്, ഹൈന്ദവ സിസ്റ്റത്തിലുണ്ട്, ഒരു മുസ്ലിം സിസ്റ്റത്തിലും ഒക്കെ ഉണ്ട്. അതിനൊന്നും ഞാൻ തെറ്റ് പറയുകയില്ല. ഒരു ആത്മീയ ഒരു സ്ഥാപനമാണെങ്കിൽ അവർ ആവശ്യം പണം സമാഹരിക്കണം. പക്ഷേ സമൂഹത്തെ നിയന്ത്രിക്കാനോ എന്തെങ്കിലും അവനവൻ്റെ ഒരു വിശ്വാസവും അങ്ങോട്ട് കുത്തിക്കയറ്റാനോ ആയിട്ടുള്ള ശ്രമം ആരും നടത്തേണ്ടതായിട്ടില്ല. ഇത് ഇന്നതാണ് എന്ന് മാത്രം പറയുക. സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കട്ടെ, സ്വീകരിക്കേണ്ടാത്തവർ സ്വീകരിക്കണ്ട. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആത്മീയ പരീക്ഷണങ്ങൾ മുൻതൂക്കം കൊടുത്ത് ഞാൻ എൻ്റെ പുസ്തകരചന നടത്തിയിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ബിജുവിനോട് പറഞ്ഞെന്നാണ് തോന്നുന്നത്, നിങ്ങളുടെ രഹസ്യം എൻ്റേതും. ഇത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം. നമ്മുടെ പഞ്ചകോശ തത്വം, നമ്മൾ മരണപ്പെട്ടാൽ, ആ കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, ഈ മരണം, പ്രേതം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കാലഹരണപ്പെട്ട വാക്കുകളാണ്. ശരിയായ പദപ്രയോഗം എന്ന് പറയുന്ന അവസ്ഥാന്തരം, അശരീരി. പ്രേതം അശരീരി, നമ്മൾ അശരീരിലാണ്. ഇതിനകത്തൊരു കാര്യമുള്ളത്. ശരിക്കും പ്രേതം എന്നുള്ള വാക്ക് പരേതം എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടാകുന്ന അതായത് ഈ മരിച്ച ആ ബോഡിയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ കിടക്കുന്ന ശരീരത്തിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. പക്ഷെ മറ്റേതിന് നമ്മൾ അത് ഉപയോഗിക്കുന്ന ഒരു ഗോസ്റ്റ് എന്ന് ഇംഗ്ലീഷിലും പറയും. അത് ഉപയോഗിക്കുന്ന രീതിയിൽ ആ ധ്വനിയാണ് നമ്മൾ, ആ ധ്വനിയിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ തെറ്റായ ഈ ആത്മഹത്യ, കാരണം ആത്മാവിനെ ഹരിക്കാൻ സാധിക്കാൻ പറ്റില്ല. അപ്പോൾ ശരീരഹത്യയാണ് ചെയ്യുന്നത്. ശരീരഹത്യ അല്ലെ വിൽഫുൾ എക്സിറ്റ് എന്നോ അല്ല. വിൽഫുൾ എക്സിറ്റ്, യോഗിക എക്സിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദപ്രയോഗം ഉപയോഗിക്കാം. ആത്മഹത്യ തെറ്റായ പദപ്രയോഗമാണ്. ഞാനും അതിത്തോളം പ്രയോഗിച്ചു, പൊതുവായിട്ട് പ്രയോഗിക്കുന്നതാണ് പറഞ്ഞത്. അതിനൊക്കെ നമ്മൾ സമ്മേളനം കൂടി നമ്മൾ തീരുമാനിക്കണം ഏതൊക്കെ പദപ്രയോഗങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പം പലരും ഇപ്പോഴും AD BC പറയുന്നുണ്ട്, ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹൂ. അതിന് ബിഫോർ ക്രൈസ്റ്റ് ഇറ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ട പദപ്രയോഗം. BCE. പിന്നെ ആഫ്റ്റർ ക്രൈസ്റ്റ് അതിന് CE. ക്രൈസ്റ്റ് ഇറ. അതിൻ്റെ കാരണം ഹിസ്റ്ററി ഉണ്ടായത് ഈ ക്രിസ്തു വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് എഴുതി വയ്ക്കപ്പെട്ട ഹിസ്റ്ററി ഇല്ലായിരുന്നു. ഈ ഐതിഹ്യങ്ങൾ വഴിയും അല്ലെ വായ്മൊഴി വഴിയിലുള്ള ഹിസ്റ്ററി ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഹൈന്ദവ പുരാണത്തിൽ അതൊക്കെ ഒത്തിരി വായ്മൊഴി വഴിയാണ്. അപ്പോൾ പിന്നെ പറയും ഹിസ്റ്ററി ആണെന്ന് പറയും. അങ്ങനെ ഒരു കഥയുണ്ട്. കാരണം കൊളോണിയലിസ്റ്റ് ഹിസ്റ്ററി മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അവർ മുഴുവൻ ഇത് തിരിച്ചെഴുതി വെച്ചിരിക്കുക അവരുടെ ഒരു ഇതിനു വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററി ഈസ് ഹിസ്റ്ററി, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് മിസ്റ്ററി ബിക്കോസ് ഇറ്റ് ഈസ് മൈ സ്റ്റോറി. ആത്യന്തികമായിട്ട് പ്രചുരിതമായ ഒരാളിന്റെ എഴുത്താണ് ഈ സാധനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭയങ്കര ഭംഗിയായിട്ട് വളരെ രസകരമായി. അതെ അതെ. അപ്പം നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വഴി നമ്മൾ ഈ ആത്മീയതയെ കൊണ്ടുവന്ന് നമുക്ക് ഒരു ദൂരം വരെ പോകാൻ പറ്റും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ബോധ്യം വരും. വിശ്വാസം വരണമെന്നില്ല, ബോധ്യം വരും. അപ്പോൾ 100 പേരിൽ ഒരു 10 പേരെങ്കിലും ശരി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള രചനകളൊന്ന് വായിച്ചു നോക്കാം, എന്താണ് ഇതിൻ്റെ വസ്തുത. ഇപ്പം മരണം എന്നുള്ളത്, അവസ്ഥാന്തരം എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ച് കഴിയുമ്പോഴേ മരണഭയം മാറും. പോപ്പുലേഷനിലെ ഒരു 99% ആൾക്കാർക്കും മരണഭയം നല്ലപോലെയുള്ളതാണ്. അവരൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴും, പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു വയോധികനായി കഴിയുമ്പോൾ ഈ ഭയം വളരെ കൂടും. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് ഡോക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഒരു മാഡമാണ്. പക്ഷേ മാഡത്തിന് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഫിയർ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭയം മാറ്റിക്കൊടുക്കാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥരചനയാണ് ഞാനിപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ എന്നും വെച്ച് ഞാനൊരു മഹാകാര്യം ചെയ്തതാണെന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ ഈ ഒരു പാതയിൽ കൂടി സഞ്ചരിക്കണം. നമ്മുടെ ആത്യന്തികമായ ഒരു ഫൈനൽ പോയിന്റ് ആണ്, ഭൗതിക ജീവിതത്തിലെ ഫൈനൽ പോയിൻ്റാണ് ഈ അവസ്ഥാന്തരം. അവസ്ഥാന്തരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മെറ്റമോർഫോസിസ് എന്ന് വേണേൽ പറയാം. ഇപ്പോൾ അതൊരു റഫ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ
പ്യൂപ്പയിൽ നിന്ന് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നില്ലേ? നമ്മൾ അങ്ങനെയുള്ള പല ബയോളജിക്കൽ കാര്യങ്ങളും കാണുകയും നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിട്ടില്ലേ? അതെവിടെ വായിച്ചിട്ടുണ്ട് സാർ? ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഒരു ശലഭത്തിൽ നിന്ന് പഠിച്ചു എന്ന് പറയും. കാരണം ഈ ഒരു കറക്റ്റ് സൈക്കിളാണല്ലോ, ഒരു ബന്ധമില്ലാത്തൊരു സൈക്കിൾ. മാത്രമല്ല അതിനെ നമുക്ക് നമ്മുടെ ഈ ഇതായിട്ട് ബന്ധപ്പെടുത്താം, നമ്മുടെ ആശ്രമധർമ്മമായിട്ട്. ഇപ്പം മുട്ടയുടെ അവസ്ഥയിൽ അദ്ദേഹം ഫ്രീഡം ഇല്ല. അപ്പൊ അത് ബ്രഹ്മചര്യം, അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമം, ആ കാറ്റർപില്ലർ, അത് കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം, ട്യൂപ്പ, അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദോട്ട് ഈ പറയുന്ന ഈ കാര്യത്തിലൊക്കെ ബുദ്ധമതവും ഹിന്ദു മതത്തിലാണ് ഇത് ആദ്യം തുടങ്ങിയത്. ഇത് വളരെ 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 ഡീപ്പായിട്ട് അവർ പോയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രതിവാദികൾ, നാസ്തികർ, അങ്ങനെ കുറേ പേര് വന്ന് ഇതിനെ നിരസിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാതെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഫോർ എക്സാമ്പിൾ റോക്ക്ഫെല്ലറിൻ്റെ വൈഫ്, മരിച്ചുപോയ പ്രസിഡന്റ് റോക്ക്ഫെല്ലറിൻ്റെ വൈഫാണ്. അവരുടെ നേതൃത്വത്തിൽ സ്പിരിച്വൽ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കാനായിട്ട് 1960 കാലഘട്ടങ്ങളിൽ അവർ കുറേ ദൂരം പിന്നോട്ട് പോയായിരുന്നു. അവർ ഇന്ത്യയിൽ വന്നു, ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു, മദർ തെരേസയെ കണ്ടു, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറെ കണ്ടു, അങ്ങനെയുള്ള ലോകോത്തര രാഷ്ട്രനേതാക്കളെ മുഴുവൻ കണ്ടു. അവരൊക്കെ ആദ്യമൊക്കെ സമ്മതിച്ച് നമുക്ക് തുടങ്ങാവുന്നത്. പക്ഷേ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എതിർപ്പ് മൂലം ഇപ്പോൾ ആ സ്ഥാപനം സ്പിരിച്വൽ യുണൈറ്റഡ് നേഷൻസ് എന്നല്ല അറിയപ്പെടുന്നത്, വേറെ ഏതോ പേരിൽ ഇപ്പോൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോക്ക്ഫെല്ലറിൻ്റെ വൈഫ് അവർ പല വ്യക്തിഗത അനുഭവങ്ങളുണ്ടായി. ഇപ്പം മോഹൻലാലിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞു. അങ്ങനെ വ്യക്തിഗത അനുഭവങ്ങളുള്ള ധനാഢ്യരായിട്ടുള്ളവർ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് വെസ്റ്റേൺ വേൾഡിൽ. പക്ഷേ അവർക്കും വളരെ വളരെ പ്രതിബന്ധങ്ങളാണ്. പക്ഷേ ഒരു ഗുണം കിട്ടി, അവിടെ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി ഈ കാര്യങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ആരും വേണ്ടുന്നില്ല. BBC ഉൾപ്പെടെ BBC-ക്ക് പറ്റി BBC-യും 2013 ഞാൻ എൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരുന്ന ഇലക്ട്രോണിക് വോയിസ് ഫിനോമിനയെക്കുറിച്ച് BBC പിന്നീടും അത് ഗവേഷണം നടത്തി. അവർ ഈ ഒറിജിനൽ കോൺസ്റ്റന്റൈൻ റൗഡീവിൻ്റെ ടേപ്പ് തപ്പിയെടുത്ത് അത് അവർ 2013 അതെൻ്റെ അടുത്ത പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ദിവസം ഞാനങ്ങ് മറന്നുപോയി. അത് ഞാൻ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. കാരണം ഞാൻ എപ്പോഴും BBC-യുടെ പ്രോഗ്രാം അന്നത്തെ കാലത്ത് നോക്കിക്കൊണ്ടിരുന്നു, അവരെന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ എഴുത്തുമായിട്ട് സംബന്ധിച്ചാണ്. അപ്പോൾ ജാക്വിൻസ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു, അവർ ഈ പറയുന്ന ശബ്ദങ്ങളൊക്കെ നമ്മളെ കേൾപ്പിച്ചു. ഇതൊന്നും ക്ലിയർ ശബ്ദങ്ങളല്ല, അതിലേറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ശബ്ദങ്ങളാണ് കേൾപ്പിച്ചത്. അതിൽ ആനിമൽ സൗണ്ടും ഉണ്ടായിരുന്നു, പട്ടിയുടെ ശബ്ദങ്ങളുണ്ടായിരുന്നു, ഡോൾഫിൻ്റെ ശബ്ദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് പല ഗോസ്റ്റ് ഹണ്ടേഴ്സിൻ്റെയും ഒരു പ്രധാന ഗവേഷണ വിഷയമാണ് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന എന്നുള്ളത്. അങ്ങനെ നടന്ന് 1990-കളിൽ നടന്ന 1900 പാരാനോർമൽ അങ്ങനെ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട് സാർ. ഞാനത് കോപ്പിയാണ് എടുത്തത്, കാരണം ഒറിജിനൽ കിട്ടാനില്ല, ഞാൻ മീൻസ് വാങ്ങിക്കാൻ കിട്ടാനില്ല. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇതുപോലെ സാറ് പറയും പോലെ ഈ അനിമൽസിന്റെ അപ്പാരിഷൻസ് ഇടയ്ക്കിടയ്ക്ക് പ്രിയപ്പെട്ട പട്ടി മരിച്ചുപോയി കുറെ കഴിയുമ്പോൾ അതിന്റെ പല ഭാഗങ്ങളിലും പട്ടികൾക്കുണ്ട്. പട്ടികൾക്കും ആനിമൽസിനും ഉണ്ട് ആത്മാവെന്ന് പറയുന്നത്, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അത് ഞാൻ പറയാം. ഞാൻ അതിനകത്ത് ഒരു 1-2 കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഉടനെ പറയാം. ഏത് പരീക്ഷണമാണ് നടന്നത്. ഡോക്ടർ മുരളീകൃഷ്ണയുടെ പുസ്തകത്തിനകത്ത് മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്ന പുസ്തകത്തിനകത്ത് അതിനെക്കുറിച്ച് ഒന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനകത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയി ആ പരീക്ഷണം എന്തായിരുന്നു എന്നുള്ളത് ആ കറക്റ്റ് വെബ്സൈറ്റിൽ പോയി ഞാൻ തപ്പിയെടുത്തു. ആ പരീക്ഷണത്തിൽ ഷഡ്പദങ്ങളെ ഉപയോഗിച്ചിരുന്നു, എലികളെ ഉപയോഗിച്ചിരുന്നു, മറ്റ് ബേഡ്സിനെ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ധൂമശരീരം അവർ ഫോട്ടോഗ്രാഫി ചെയ്തു. ഏതാണ്ട് ഉദ്ദേശം 100 കണക്കിനുള്ള ജീവികളെ കൊന്നു. അത് ഈ പറയുന്ന ക്ലൗഡ് ചേംബർ പരീക്ഷണം എന്നാണ് അതിൻ്റെ പേര്, ക്ലൗഡ് ചേംബർ എക്സ്പെരിമെൻറ്റ്. ക്ലൗഡ് ചേംബർ എന്ന് പറയുന്ന ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ഒരു 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 എക്സ്പെരിമെൻ്റ് അല്ല, ഒരു എക്സ്പെരിമെൻ്റ് സംവിധാനമാണ്. അതിൽ ചില ക്രമീകരണങ്ങൾ നടത്തി ഡോക്ടർ വാൾട്സ് എന്നാണെന്ന് തോന്നുന്നു പേര്, ക്ലൗഡ് ചേംബർ പരീക്ഷണം നടത്തി അവർ ഇതിൻ്റെ ഫോട്ടോ എടുത്തു. ഷഡ്പദത്തിനും ഉണ്ട് ഈ ധൂമശരീരം, ബേഡ്സിനും ഉണ്ട്. എന്നിട്ട് അവർ അതിനെ കൊന്നതിന് ശേഷമാണ് ഇതെടുത്തത്. പിന്നെ കൊന്നതിന് ശേഷം തിരിച്ച് മറുമരുന്ന് കൊണ്ട് ജീവിച്ചപ്പോഴത്തേക്കും ഈ ധൂമശരീരത്തിൻ്റെ ഫോട്ടോ കിട്ടിയതുമില്ല. അങ്ങനെയാണ്. അപ്പോൾ അതിനർത്ഥം കൊന്ന് 1 മണിക്കൂർ കഴിയുമ്പോഴോ മറ്റാണ് ഈ ധൂമശരീരം ശരിക്കും ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റന്റൈൻ റൗഡീവിൻ്റെ GDB ക്യാമറ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള
പരീക്ഷണങ്ങൾ വന്നതിന് ശേഷം വെസ്റ്റേൺ വേൾഡിൽ നാസ്തികരായിരുന്ന ശാസ്ത്രജ്ഞർ പലരും അവർ തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി, അല്ല മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവർ ഔട്ടർ ബോഡി എക്സ്പീരിയൻസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അവിടെ ഒരു കണക്കെടുപ്പ് നടത്തി, ഇൻ്റർനെറ്റ് വഴിയും സാധാരണ ജനങ്ങൾ വഴിയും ഒക്കെ. നിങ്ങളിൽ എത്ര പേർക്ക് ശരീരം വിട്ട് പുറത്തേക്ക് ആയിട്ടുള്ള മാനസികാനുഭവം ഉണ്ടായിട്ടുണ്ട്? ഉണർന്നിരിക്കുമ്പോഴുണ്ടായിട്ടുള്ളവർ, ഉറങ്ങിക്കിടക്കുമ്പോഴുണ്ടായിട്ടുള്ളവർ, റിപ്പീറ്റഡ് ഉണ്ടായിട്ടുള്ളവർ എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കെടുപ്പ് നടത്തി. അവർക്ക് അത്ഭുതകരമായ ഒരു റിസൾട്ടാണ് കിട്ടിയത്. ഉദ്ദേശം അവർ കണക്കെടുപ്പ് നടത്തിയിൽ 40% പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം ശരീരം വിട്ട് മനസ്സ് യാത്ര ചെയ്യുന്നത് ഒരു മാനുഷികാനുഭവമാണെന്നുള്ളതാണ്. ആ മാനുഷികാനുഭവത്തിൻ്റെ സാങ്കത്യകത പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കൂടുതൽ ഗവേഷണം ചെയ്യണം. അത്തരത്തിൽ ഗവേഷണം ചെയ്ത ഒരാളാണ് റോബർട്ട് മൺറോ, അൾട്ടിമേറ്റ് ജേണി. അപ്പം മൺറോയുടെ കാര്യം കൊണ്ട് പറയുമ്പോൾ, മൺറോ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഉദ്ദേശം 400 റേഡിയോ സ്റ്റേഷൻസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയുമായിരുന്നു. അദ്ദേഹം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പകാലം തൊട്ടേ ഈ ശരീരം വിട്ട് മനസ്സ് യാത്ര ചെയ്യുന്ന അനുഭവം ഉണ്ടായി. അതായത് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹം ഉയർന്നു പൊങ്ങി താഴോട്ട് നോക്കുമ്പോൾ സ്വന്തം ശരീരം അവിടെ കിടപ്പുണ്ട്, ഭാര്യയുടെ ശരീരം തൊട്ടടുത്ത് കിടപ്പുണ്ട്. ഇതെന്തൊരു സംഭവമാണെന്ന് ഓർത്ത് അങ്ങേര് വിഷമിച്ചു. കുറേ കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ തിരിച്ചു കയറാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഈ ശരീരത്തിലേക്ക് തിരിച്ചു കയറുകയും ചെയ്തു. ഈ അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും മൺറോയ്ക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടായി. ഇതെന്തോ ഒരു അപാകത ഇതിനകത്തുണ്ടെന്നും എനിക്കെന്തോ മനോരോഗമുണ്ടെന്നുള്ള രീതിയിൽ മൺറോ വ്യാകുലപ്പെട്ടു. പിന്നീട് ഇത് തുടരെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ പിന്നെ മനഃശാസ്ത്രജ്ഞനെ പോയി കണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി. മിക്ക മനോരോഗങ്ങളും ബ്ലഡ് ടെസ്റ്റുകൾ കൊണ്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ബ്ലഡിൽ ചില ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ പല രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട്. അതുപയോഗിച്ച് മൺറോയ്ക്ക് എന്തെങ്കിലും മനോരോഗമുണ്ടോ എന്ന് ആദ്യം അവർ തിട്ടപ്പെടുത്തി. മൺറോയ്ക്ക് വളരെ കൂളായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് അവരെന്ന് പറഞ്ഞു. മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു നിങ്ങൾക്കൊരു കുഴപ്പമില്ല. പിന്നെ പിന്നെ അവർ ചോദിച്ചു നിങ്ങൾ ഡ്രഗ് ഉപയോഗിക്കുകയോ അധികം മദ്യപാനം നടത്തുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ദുശീലമുള്ള ആളാണ്. സത്യത്തിൽ മൺറോയ്ക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ദുശീലവുമില്ലായിരുന്നു. സാധാരണ ഒരു പാശ്ചാത്യ ബിസിനസ് എക്സിക്യൂട്ടീവിൻ്റെ ലൈഫായിരുന്നു. അങ്ങനെ മദ്യപാനോ ഡ്രഗോ ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ എന്തോ സാരമില്ല, അത് നിങ്ങൾ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ള രീതിയിൽ എന്തോ കൗൺസിലിംഗ് കൊടുത്ത് വിട്ടു. അതിനുശേഷം മൺറോ വിചാരിച്ചു ഇദ്ദേഹം അസാമാന്യ ഒരു വിൽ പവറുള്ള മനുഷ്യനായിരുന്നു. അത് ആ പുസ്തകം മുഴുവൻ അനേകം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ പരാമർശിക്കുന്നത് ദ അൾട്ടിമേറ്റ് ജേണി എന്നുള്ളതാണ്. ഇത് 2000-ഓടടുത്ത് 1997 തോന്നി ഈ പുസ്തകം എഴുതപ്പെട്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന പുസ്തകങ്ങളാണ്. അതിലൊക്കെ റോബർട്ട് മൺറോയുടെ ബയോഗ്രഫിയും കിട്ടും. മൺറോ മരിച്ചുപോയി 2000-ന് ശേഷം. ഈ പുസ്തകമൊക്കെ എഴുതിയതിന് ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയി. മൺറോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ അമേരിക്കയിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം ചെയ്തത് ഔട്ടർ ബോഡി ട്രാവലിംഗ് നടത്തുകയാണ് ചെയ്തത്. ആസ്ട്രൽ ട്രാവൽ എന്നൊക്കെ നമ്മൾ പറയും. ആസ്ട്രൽ ട്രാവൽ എന്നുള്ളതല്ല അതിൻ്റെ ശരിയായ ഒരു പദപ്രയോഗം. ഈ മുമ്പ് പറഞ്ഞതുപോലെ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് എന്നാണ്. മനസ്സിൻ്റെ ബാഹ്യ ശരീരാനുഭവങ്ങൾ, ഔട്ടർ ബോഡി എക്സ്പീരിയൻസ്. ഇപ്പം എനിക്ക് ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ശരീരം ഇവിടെ നിശ്ചലമായിട്ട് കിടക്കും. ഞാൻ യാത്ര ചെയ്ത് പലയിടങ്ങളിലും പോയി സന്ദർശിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. പക്ഷേ ഒരു കുഴപ്പമുള്ളത് എനിക്ക് കൃത്യമായിട്ടൊന്നും ഇത് കാണാൻ പറ്റില്ല. ഒരു ധൂമരൂപം പോലെ എനിക്ക് വൃക്ഷത്തെ കാണാൻ പറ്റുള്ളൂ. ഒരു ബോർഡെന്ന് പറയുന്ന ഒരു ബോർഡിൻ്റെ ഏകദേശ രൂപം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിലുള്ള അക്ഷരങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് വളരെ ക്ലാരിറ്റി കിട്ടും. ഇത് കേട്ടിട്ടുണ്ട് സാർ, കേൾക്കുകയോ വായിക്കുകയോ ചെയ്തൊരു കാര്യമാണ്. അതായത് ഒരാൾ എല്ലാ ദിവസവും രാവിലെ ഗുരുവായൂർ പോയി നിർമ്മാല്യം തൊടാറുണ്ട്. പക്ഷെ അദ്ദേഹം മുറി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഔട്ടർ ബോഡി പോയി എല്ലാ ദിവസവും പോയി തൊടുത്തിട്ട് വരാറുണ്ട്.
ഇന്ത്യയിലെ യോഗിമാർ ഇതിൽ അതിവിദഗ്ധരാണ്. അവർക്ക് മൺട്രോയ്ക്കുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കഴിവുകൾ പലർക്കുമുണ്ട്. അതിന് ബയോലൊക്കേഷൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പേര് പറയുന്നത്. ബയോലൊക്കേഷൻ ഒരാളെ തന്നെ 2-3 സ്ഥലത്ത് കാണാൻ പറ്റുമെന്നുള്ളത്. അത് ഔട്ടർ ബോഡി എക്സ്പീരിയൻസ്. അതിൽ അവരുടെ എതീരിയൽ ശരീരമാണ് കാണപ്പെടുന്നത്, സത്യത്തിൽ ഫിസിക്കൽ ശരീരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കൈപിടിച്ച് നോക്കിയാലും ഒക്കെ അല്ലെങ്കിൽ നമുക്കറിയാനൊക്കെ ഉള്ളത് ഫിസിക്കൽ ശരീരമാണ്, എതീരിയൽ ശരീരമായിരിക്കണം. അപ്പോൾ മൺട്രോ അങ്ങനെ അത് ഫൈൻ ട്യൂൺ ചെയ്ത് അവസാനം ക്ലാരിറ്റിയോടുകൂടി പലതും കാണാൻ പറ്റി. ഇത്തരത്തിൽ ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു വലിയ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് ഇങ്കോസ്വാൻ വളരെ പ്രസിദ്ധനാണ്. ഇങ്കോസ്വാൻ ശരീരം വിട്ട് പ്ലൂട്ടോ വരെ യാത്ര ചെയ്ത് പ്ലൂട്ടോയിലെ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചൊക്കെ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആ പ്ലൂട്ടോയിൽ സാറ്റലൈറ്റ് ഇറങ്ങിയിട്ടില്ല. അത് കൺഫർമേഷൻ ആകാത്തതുകൊണ്ട് അത് വിശ്വസിക്കാത്ത പലരും ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്കോസ്വാൻ, ഞാൻ വേറെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്കോസ്വാൻ, റോബർട്ട് മൺട്രോ, പിന്നെ ജർഗിസൺ, ഇങ്ങനെ പലർക്കും ഇങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അവർ പലതും അത് വികസിപ്പിച്ചെടുത്തു. വില്യം ബുൾമേൻ ഇക്കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു. പിന്നെ ഒരു ഓസ്ട്രേലിയൻ, അങ്ങനെ ഒരു യോഗി സമാനമായ ഒരു വൈറ്റ്മാനാണ്. പുള്ളിക്കും നല്ല രീതിയിലുള്ള OB അനുഭവങ്ങളുണ്ടായിട്ട് കൃത്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഈ നിഷ്പക്ഷ നിരീക്ഷകരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ ചാൾസ് സ്റ്റാർട്ട് മുതലായ വളരെ പ്രസിദ്ധരായ സൈക്കോളജിസ്റ്റും സയൻറ്റിസ്റ്റും ഇതൊക്കെ അസസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൺട്രോയുടെ കാര്യത്തിൽ മൺട്രോ യാത്ര ചെയ്തതിന് ശേഷം മൺട്രോ പരലോകങ്ങൾ മുഴുവൻ സഞ്ചരിച്ചതിന് ശേഷം എഴുതിയ പുസ്തകമാണ് ദ അൾട്ടിമേറ്റ് ജേർണി. അതിൽ ഫോക്കസ് 1, ഫോക്കസ് 2 അങ്ങനെ പല പ്രയോഗങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് മുഴുവൻ എനർജിയുടെ ലോകങ്ങളാണെന്നും സൗണ്ടും വൈബ്രേഷൻസും റെസൊണൻസസും കളേഴ്സും ഉള്ള ഒരു എനർജി മെംബ്രെയിൻ അല്ലെങ്കിൽ എനർജിയുടെ ഒരു റീജിയനാണ് എന്നാണ് മൺട്രോയുടെ റിപ്പോർട്ടിങ്. ഓരോ റീജിയൻ കഴിയുമ്പോഴും അടുത്ത നേർത്ത വേറൊരു റീജിയൻ ഉണ്ടാവും. ഈ 2 റീജിയൻ തമ്മിൽ എന്താ പറയുന്നത്, ഈ വേർതിരിച്ചിരിക്കുന്നത് എനർജിയുടെ മെംബ്രെയിൻ കൊണ്ടാണ്. ഈ എനർജി മെംബ്രെയിൻ പെനിട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പരിശീലനം ഉണ്ടായിരിക്കണം. റോബർട്ട് മൺട്രോ ഫോക്കസ് 27 വരെ സഞ്ചരിച്ചു. അതായത് നമ്മൾ ഭാരതീയ പുരാണത്തിൽ പറയുന്ന 6ാം തലം വരെ സഞ്ചരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിനപ്പുറം പോകാൻ പറ്റിയില്ല. കാരണം അതിനുള്ള ആത്മീയ ശക്തി മൺട്രോയ്ക്ക് ഇല്ലായിരുന്നു. ഈ ഓരോ തലങ്ങളും നേർത്താണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വൈബ്രേഷനും അതിന് തുല്യമായിരിക്കണം. നമ്മുടെ ഊർജ്ജ ശരീരം അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മനസ്സാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ശരീരത്തിലെ മനസ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അതിനകത്ത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ എനിക്ക് വ്യക്തത വന്നിട്ടില്ല. അത് 7 ലെവൽ പറയുന്നുണ്ട്. 6 ലെവൽ വരെ പോയി മറ്റ് മനുഷ്യ ജീവന്മാരെ കണ്ടുമുട്ടിയെന്നും ആത്മാക്കളെ കണ്ടുമുട്ടിയെന്നും സകല കഥകളും മൺട്രോ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മൺട്രോ പറയുന്ന വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് സ്വബോധത്തോടുകൂടി നടത്തുന്നവർ നമ്മുടെ ബോധമനസ്സ് വളരെ ശാക്തീകരിച്ചിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കണ്ണടച്ച് ബധിരനായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ ചെന്ന് പോകും. ഇപ്പം ഭൂമിയിൽ ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് യാതൊരുവിധ പ്രതിബന്ധങ്ങളും ഇല്ലാത്ത ഒരിടത്തൂടെ ഒരു കാറ് ഓടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുകയും ശരിയായ ദിശയിൽ നമ്മുടെ യാത്ര ക്രമീകരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോധമനസ്സ് ശാക്തീകരിക്കപ്പെടണം. അപ്പം മുമ്പ് നടന്ന ഈ എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ ഈ 40% ആൾക്കാരിൽ അവരോട് കുറേ പേര് പറഞ്ഞു, ഞാൻ ബോധപൂർവം എനിക്ക് ഈ സ്വപ്ന ദർശനത്തിനെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു എന്ന് പറഞ്ഞു. എനിക്കും 1-2-3 അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നല്ല മാനസികാവസ്ഥയിലാണ് ബോധപൂർവം നമുക്കത് ഫ്ലൈറ്റ് നിർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് നിർത്താൻ പറ്റും. ഏത് രീതിയിൽ നമ്മുടെ ഫ്ലൈറ്റ് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഒരു കഴിവുണ്ടായിരിക്കും.
ഇതൊക്കെയാണ് ഔട്ടർ ബോഡി എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ മൺട്രോ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് നടത്തിയപ്പോൾ ഈ ഭൂമിയുടെ പ്രതലത്തിന് തൊട്ടടുത്ത് ഒരു വലിയ എനർജി മെമ്പറൈൻ തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. അതൊരു പാരലൽ വേൾഡ് ആണെന്നാണ് മൺട്രോ പറയുന്നത്. ഈ പാരലൽ വേൾഡ് കടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ ഒത്തിരി നെഗറ്റീവ് എനർജി അടങ്ങിയിട്ടുള്ള ഒരു ഊർജ്ജ ലോകമാണത്രേ. നാളിതുവരെ ഉണ്ടായിട്ടുള്ള സകല മനുഷ്യരുടെയും ഒരുപക്ഷെ മൃഗങ്ങളുടെയും അട്ടഹാസങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതികാര ചിന്തകളും എന്നുവേണ്ട സകലവിധ മാനുഷിക ചിന്തകളും അടങ്ങിയിട്ടുള്ള ഒരു ഊർജ്ജ ലോകത്തെയാണ് മൺട്രോയ്ക്ക് സ്വന്തം മനസ്സുകൊണ്ട് കടക്കേണ്ടതായിട്ട് വന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരിടത്ത് ഇരുന്നുകൊണ്ട് ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ തോട്ട് പ്രോസസ്സ് നമ്മുടെ ബ്രെയിൻ വേവ് വഴി അന്തരീക്ഷത്തിലെ ഉയർന്ന സൂക്ഷ്മലോകങ്ങളിൽ ചെന്ന് നിൽക്കും. അത് ഏറി തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ അത് വേറൊരു ഡയമെൻഷനാണ്, അത് വേറൊരു പാരലൽ വേൾഡാണ്. ഇത് അവിടെ ചെന്ന് അഗ്രിഗേറ്റ് ചെയ്ത് ഒരു വലിയ ധൂമ പടലമായി പുക പടലമായിട്ടാണ് അത് എർത്തിന് ചുറ്റും മൺട്രോ കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരുപക്ഷെ യോഗശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതലം കടക്കാനായിട്ടാണ് ഏറ്റവും പ്രയാസം എന്ന് മൺട്രോ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഹെല്ലല്ല, അത് മനുഷ്യൻ്റെ ഹെല്ല് അത് വേറൊരു ഡയറക്ഷനിൽ കൂടി പോകുന്ന പ്രയാണമാണ്. അത് വേറൊരു ഡയമെൻഷൻ ആയിരിക്കണം. ഇത് പാരലൽ വേൾഡ് ഡയമെൻഷനാണ്. ഔട്ടർ ബോഡി എക്സ്പീരിയൻസിൽ പോകുന്നവർ പലരും പല റൂട്ടുകളിൽ കൂടിയാണ് പോകുന്നത്. കാരണം ഗരുഡപുരാണത്തിൽ പറയുന്ന ഒരു നരക വർണ്ണനയുണ്ട്. അപ്പൊ സാറ് പറഞ്ഞതായിട്ടൊരു മാച്ച് തോന്നി, അതാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ നരകവർണ്ണന നമ്മുടെ തിയോസഫി സാഹിത്യത്തിൽ ലെഡ്ബീറ്റർ, ബലവത്സ്കി, പിന്നെ ആനി ബെസന്റ് ഇവരൊക്കെ അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ പറയാം. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഈ പൗരാണികം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ അധികം പോയിട്ടില്ല. കിട്ടാവുന്ന പോയിന്റുകൾ പിടിച്ച് ഞാൻ ഇതിനകത്ത് ഒരു 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 എന്താ പറയുക സമാനതയുണ്ട്, താരതമ്യം ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് അധികം പഠിച്ചിട്ടുള്ളവരുണ്ട്, അവർക്ക് പെട്ടെന്ന് ഇത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് മൺട്രോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ഈ സംഭാഷണത്തിന് നമ്മൾ ഒരു കാര്യം വിട്ടുപോയത് അത് പറയാറുണ്ട്, സമസ്ത ലോകാ സുഖിനോ ഭവന്തു, അല്ലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതൊരു പോസിറ്റീവ് തോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് തോട്ടുകൾ നമ്മൾ ആകാശത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കുകയാണെങ്കിൽ ഈ തെറ്റായ നെഗറ്റീവ് എനർജി ഈ പോസിറ്റീവ് എനർജിയും തമ്മിൽ സംയോജിച്ച് അത് ന്യൂട്രലൈസ്ഡ് ആയി. അപ്പോൾ ഞാൻ സമസ്ത ലോകാ സുഖിനോ ഭവന്തു അല്ലെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഒരു 100 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്കൊരു പോസിറ്റീവ് ഊർജ്ജം കിട്ടും. അത് പറയുന്നുണ്ട് സാർ, ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ വരെ അത് ഇങ്ങനെ സംഖ്യ കൂടുന്നതിന് 1000 പേര് അത് യജ്ഞമായിട്ട് മാറി യാഗമായിട്ട് മാറും. അതിന് വളരെ പവർ. ഇതിന് സംയോജിത അനുനാദം എന്നാണ് ഫിസിക്സിൽ പറയുന്നത്. റെസൊണൻസ് ആണ്, കമ്പൈൻഡ് വേവ്സ് ആണത്. ഒരു വേവും സമൂഹ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വേവും സമാനമായ വേറൊരു വേവും കൂടെ സംയോജിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഉയർന്ന വേവ് കിട്ടും. അതിന് എനർജി കൂടുതലാണ്. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു 10-100 പേര് ഒരേ സമയം ഏകാഗ്രതയോടുകൂടി ഒരേ ഉദ്ദേശത്തോടുകൂടി പ്രാർത്ഥിക്കണം. അതേസമയം മനസ്സിനകത്ത് മറ്റ് നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. അതാണ് സംയോജിതമായിട്ടുള്ള അനുനാദം, വേവ് എന്താ പറയുക, വേവ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയും, റെസൊണൻസ് എന്ന് പറയും. ഈ രീതിയിൽ യോഗ ശാസ്ത്രത്തിൽ ഇങ്ങനെ നമ്മളെ കൊണ്ട് എല്ലാവരോടും ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ലോകത്തിൽ മുഴുവൻ സുഖം വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി പലതും ന്യൂട്രലൈസ്ഡ് ആയി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങിക്കിടക്കുന്നതായ ഈ വലിയ എനർജി വ്യൂഹം ത്തിൻ്റെ കട്ടി കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് തിയറി. പക്ഷേ ഇത് കട്ടി കൂടിക്കൊണ്ടിരിക്കുക, എല്ലാ ദിവസവും കൂടുന്തോറും. ഒരു പക്ഷേയെങ്കിൽ ഇപ്പം സത്യസായി ബാബ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. ഞാൻ അന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ പറയുന്നത്, ഇത് വിവരാപത്തിൽ
പ്രകൃതി ദുരന്തങ്ങൾ പോലും മനുഷ്യൻ്റെ ചിന്തകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നത് ഒരു തവണ പറഞ്ഞു. എന്താ കാരണം എന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിന്തകളുടെയും അലർച്ച, അട്ടഹാസം. ഇപ്പം നമ്മൾ തന്നെ വളരെ ശക്തമായിട്ട് ഒരാളെ ആക്രമിക്കാനായിട്ട് ഒരുത്തം പോകുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഉതിരുന്നതായ ആ എനർജി പ്രവാഹം അതിന് ചുറ്റുമുള്ള പല സാധനങ്ങളെയും സംഹരിച്ചു കളയും. സംഹരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ബേൺ ചെയ്യുക എന്നുള്ളതല്ല. അടുത്ത് നിൽക്കുന്ന മരങ്ങളെ പോലും അത് ബാധിക്കും, പക്ഷികളെ ബാധിക്കും, പട്ടിയെ ബാധിക്കും, മൃഗങ്ങളെ ബാധിക്കും. അപ്പം ഇത്തരത്തിൽ ധാരാളം എന്തുമാത്രം ഒച്ചപ്പാടും ബഹളവുമാണ് നമ്മുടെ ഇവിടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സാർ ഒരു കാര്യം, അതായത് ഇടയ്ക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയത്, ഒരു ദിവസം കേരളത്തിൽ എത്ര കന്നുകാലികൾ കൊല്ലപ്പെടുന്നു, എത്ര കോഴികൾ കൊല്ലപ്പെടുന്നു, ജീവജാലങ്ങൾ. അപ്പോൾ അതിൻ്റെ നമ്മൾ കണക്കെടുത്ത, കാരണം സാർ കേരളത്തിലെ ഏതൊരു നുക്കാൻ കോർണറിൽ പോയാലും അവിടെ ഇറച്ചി കിട്ടാത്ത സ്ഥലമില്ല. അപ്പോൾ അത്രയും എണ്ണത്തിനെ സ്ലോട്ടർ ചെയ്യും. ഒരു ദിവസം നമ്മളൊരു 10,000 അല്ലെങ്കിൽ 1,000 വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ സാറിന് ആലോചിച്ച് വേണം. അല്ല എങ്കിലും അപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെ ഈ ഒരു നെഗറ്റീവ് മാസ് അവിടെ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വാദം കൂടെ വന്നു. അതിൻ്റെ തിയറി നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് വിചിന്തനം നടത്തി അതിൻ്റെ ശരിയായ ഒരു വിവക്ഷ നടത്തേണ്ടത് പ്രേക്ഷകരും സമൂഹവുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ ടോട്ടലി നിരാകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡോക്ടർ വലേറി ഹണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ശരീരത്തിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും പോകുന്നതായ ബ്രെയിൻ വേവ്സ്. അവർ കാലിഫോർണിയയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഏറ്റവും സീനിയർ പ്രൊഫസറാണ്. ഒരു 30 വർഷം ഗവേഷണം നടത്തി ഇവരിത് മുഴുവൻ മാപ്പ് ചെയ്ത് കണ്ടുപിടിച്ചു. അതല്ലാതെ തന്നെ ബ്രെയിൻ വേവ്സ്, ഡെൽറ്റ വേവ്സ്, കുഞ്ഞുങ്ങളുടെ വേവ്സ്, സാധാരണക്കാരുടെ വേവ്സ്, ആൽഫ വേവ്സ്, ഗാമ വേവ്സ്, അങ്ങനെയുള്ള 10-40 ഹെഡ്സിൽ കൂടുതലുള്ളതായിട്ടുള്ള 200 വരെ ഉള്ളത് ഹെഡ്സ് ഉള്ള വേവ്സ് മനുഷ്യ മസ്തിഷ്കം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എനർജി വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ ശാന്തമാണ്. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് വർത്തമാനം പറയാനും അവരോട് ഇത് ചെയ്യാൻ നമുക്ക് പലപ്പോഴും ചിലരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടനെ കത്തിജ്വലിക്കുന്ന അഗ്നിപർവ്വതമാണ് ഇല്ലേ പെരുമാറി കഴിയുമ്പോൾ. അത് നെഗറ്റീവ് എനർജിയാണ്. അതുപോലെ ഒത്തിരി ദേഷ്യത്തോടു കൂടി ഷൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയും അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, കൺകോർഡ് ഫ്ലൈറ്റ് എന്തുകൊണ്ടാണ് കൺകോർഡ് ഫ്ലൈറ്റ് അവർ സ്റ്റോപ്പ് ചെയ്തത്? കാരണം കൺകോർഡ് ഫ്ലൈറ്റ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ വേവ്സ് കുന്നുകൂടി വന്ന് അടുത്തുള്ള ടോൾ ബിൽഡിങ്സെയും അതിൽ ഗ്ലാസ്സുകളെയും ഒക്കെ ലണ്ടനിലുമൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. ഇത് വേവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. കൺകോർഡിൻ്റെ ഫ്ലൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ശബ്ദാതീതമാണ്. ശബ്ദത്തിനേക്കാളും കൂടുതൽ വേഗതയിലാണ് കൺകോർഡ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൺകോർഡിൻ്റെ എൻജിനിൽ നിന്നുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ മുന്നോട്ട് ഒരു ശകലം പോയി കഴിയുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് കഴിയും എയർക്രാഫ്റ്റ്. അങ്ങനെ ഓരോ ശബ്ദവ്യൂഹങ്ങളും ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ ശബ്ദതരങ്ങളെല്ലാം പുറകെ വന്നങ്ങ് അടിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രതിഭാസമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ കൊണ്ട് നമുക്ക് പാറകൾ വരെ പൊട്ടിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ നമ്മൾ പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ അതിനൊരു വലിയ ഊർജ്ജമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെയൊക്കെ എതിർക്കുന്നവർ ഇതിൻ്റെ ശാസ്ത്രീയ വശം ശരിക്കും പഠിക്കണം. ഇത് പഠിക്കാൻ കുറേ സമയമൊക്കെ എടുക്കും. നിസ്സാരമായ വവ്വാലുകൾ ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാത്തത്രയും അത് അതെ സോണാർ വേവ്സ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള വേവ്സ് എനർജി ക്യാരി ചെയ്യുന്നതാണ്. ഈ എനർജി ക്യാരി ചെയ്യുന്ന വേവ്സ് ഒരു അന്തരീക്ഷത്തിൽ കുറേ പോയി കഴിയുമ്പോഴത്തേക്ക് അതവിടെ തങ്ങി നിൽക്കും. അത് നമുക്ക് സാധാരണ എക്യുപ്മെൻറ്റ്സ് കൊണ്ടൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു വേറൊരു പാരലൽ വേൾഡിൽ ആണ് പോകുന്നത്. കാരണം അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു എനർജി ആയതുകൊണ്ടാണ്. മെൻ്റൽ എനർജി കനോട്ട് ബി മെഷേർഡ് ഫിസിക്കലി. അതുകൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മൺട്രോയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഈ സംഭാഷണത്തിൽ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. BBC-യുടെ റിപ്പോർട്ടിങ് 2013. അങ്ങനെ BBC 2013 റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അപ്പോഴും അവരൊരു സ്കെപ്റ്റിക് വ്യൂ ആണ് എടുത്തിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയുന്നില്ല ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാലും അവരുടെ റിപ്പോർട്ടിങ്ങിൽ അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു തീർത്തത്. പക്ഷേ 1990-കളിൽ സ്കോൾ പരീക്ഷണം നടത്തിയപ്പോഴത്തേക്കും ആദ്യമായിട്ട് BBC-ക്ക് ഒരു ചെറിയ വിഘാതമുണ്ടായി സംപ്രേഷണത്തിന്. അവരുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് അഫക്റ്റഡായി. അത് കാരണം പരലോകത്തുനിന്ന് ഈ പറയുന്ന
അശരീരികളെ പരീക്ഷണ മുറിയിൽ കൊണ്ടുവരാനുള്ള ഒരു ഉദ്യമമായിരുന്നു അവർ നടത്തിയിരുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട പരീക്ഷണം നടത്തിയപ്പോഴത്തേക്കും ചുറ്റുപാടുമുണ്ടായിരുന്ന പല റേഡിയോ സംപ്രേഷണങ്ങൾ നടത്തിയിരുന്ന സ്റ്റേഷൻസ് അത് സ്റ്റോപ്പ്ഡായിപ്പോയി കുറേ നേരത്തേക്ക്. ഒരു കാര്യം ഈ കാര്യത്തിൽ EVP ഗവേഷണമാകട്ടെ, ഇത് കഴിഞ്ഞ് വേറൊരു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ITC ഗവേഷണമാണ്, ഇന്റർ ഡയമെൻഷണൽ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻസ്. ആ വാക്ക് ശ്രദ്ധിക്കുക, ഇന്റർ ഡയമെൻഷണൽ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിമാണത്തിൽ നിന്ന് മറ്റൊരു പരിമാണത്തിലേക്കുള്ള വാർത്താവിനിമയം, അതിനുപയോഗിക്കുന്ന സിസ്റ്റം എക്യുപ്മെൻറ്റ്സ്, ITC എക്യുപ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ITC വന്നതിന് ശേഷം ഈ കാര്യത്തിലൊക്കെ വളരെ വളരെ എന്താ പറയുന്നത് കുതിച്ചാട്ടങ്ങൾ ഉണ്ടായ തെളിവുകളും വന്നു. അപ്പോൾ അത് ITC അത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ പേജ് നമ്പർ 180 ആണെന്ന് തോന്നുന്നു. അന്ന് ഇതുപോലെ ചോദിച്ചപ്പോഴത്തേക്ക് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് BBC ഇത് അഫക്റ്റഡ് ആയി എന്ന് സംശയമുണ്ടെന്ന്. ഇത് അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും അധികം പരസ്യപ്പെടുത്താതെന്ന് വെച്ചാൽ ഇതൊക്കെ പരസ്യപ്പെടുത്തി ഇതൊരു കോൺട്രവേഴ്സി ആക്കേണ്ടെന്ന് വെച്ചാണ്. കാരണം നാളെ ഒരു കൂട്ടം ജാഥ വന്നേച്ച് ഇത് മുഴുവൻ ബഹളം ഉണ്ടാക്കി കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് പോയില്ലേ. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറില്ല. പൊതുവായിട്ട് അവർ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്വാതന്ത്ര്യത്തിന് വിടുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു തീർക്കാനായിട്ടുള്ളത്. നമുക്ക് ഒരു ലഞ്ച് ബ്രേക്കിന് വേണ്ടി നമുക്ക് തൽക്കാലം ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഓക്കെ.